ബേസിക്കലി നിങ്ങൾ ഈ രീതികളൊക്കെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. നല്ല ഹാങ് ഓവർ ആയിരിക്കും, നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. ഇന്ന് മിക്ക ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യം, നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കണം എന്നൊരു റൂളൊന്നുമില്ല. നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യോഗയ്ക്കും വർക്കൗട്ടിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് അല്ലേ. അപ്പോൾ ഫുഡിൽ വരുന്ന മാറ്റങ്ങൾ, ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏകദേശം ഒരു 70-80% പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ആദ്യമേ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി ഒരു കറക്റ്റായിട്ടുള്ള റൊട്ടീനിലേക്ക്, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വരുന്ന കൂടുതൽ ഭാഗം അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്കൊരു പരിധി വരെ നന്നായിട്ട് പരിഹരിക്കാൻ സാധിക്കില്ലേ. റെഗുലറായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നു, എല്ലാം ചെയ്തു പോകുന്നു. പക്ഷേ ഭക്ഷണം മാത്രം നമ്മൾ തോന്നിയതുപോലെ ആകുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഫിസിക്കൽ എനർജി മാത്രമല്ല, നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ മൈൻഡ് എനർജിക്ക് കൂടി ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയാണ് നിങ്ങളുടെ സ്വഭാവത്തിനെ ബാധിക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെ ബാധിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളെ വരെ ബാധിക്കാൻ അതിന് ശേഷിയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണക്രമം നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ വെയ്റ്റ് പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കൊരു പരിധി വരെ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിലിപ്പോൾ ഒരു ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് രീതികളാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇന്നത് മാത്രമേ കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് രീതികളാണ്. അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാടെയോ അല്ലെങ്കിൽ ദിവസത്തിലൊരു സമയം ഒരു വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ. അത് ഇപ്പോൾ നമ്മൾ യോഗ ചെയ്താലും നല്ലതാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, പ്രാണായാമം ഇങ്ങനെയുള്ളൊരു പാത്തിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾക്കൊരു ഫിറ്റ്നസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു വർക്കൗട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരേ രീതിയിലുള്ള വർക്കൗട്ട് മാത്രമല്ല, പിന്നെ നമുക്ക് കുറച്ചൊരു കംഫർട്ട് ലെവലിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ ആളുകളും വർക്കൗട്ട് വരെ ചെയ്യാറ്. അതായത് ഇപ്പോൾ നമ്മളൊരു വാക്കിങ്ങിന് പോവുകയാണെങ്കിൽ അത് കുറച്ച് സുഖമുള്ളൊരു കാര്യമാണ്. ജോഗിങ് ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായില്ലേ. അതേസമയം നമ്മളിപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊരു വർക്കൗട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ലെവൽ, നിങ്ങളുടെ ഒരു ഐഡിയൽ വെയിറ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നമ്മൾ അല്ലാതെ ഈ പറഞ്ഞ ഭക്ഷണത്തിലും നമ്മുടെ വർക്കൗട്ടിലും ചെയ്യുന്ന രീതികളിലൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ്, ഇപ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് ചെയ്തു, 3-ാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്നില്ല, അതൊന്നും നോക്കാറ്, അങ്ങനെയൊക്കെയുള്ള രീതികളാകുമ്പോഴാണ് ഇതിലൊക്കെ നമുക്ക് പ്രശ്നം വരുന്നത്. യോഗ നിങ്ങൾ ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷനാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ യോഗ ചെയ്യുക എന്ന് പറയുമ്പം വെറുതെ നമ്മൾ ശരീരം ബെൻഡ് ചെയ്യുന്നു, വളയ്ക്കുന്നു, ഓടിക്കുന്നു, അത് മാത്രമല്ല, അവിടെ നമ്മളെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, നമ്മുടെ മസിൽസും ബ്ലഡ് സർക്കുലേഷനും എല്ലാം മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ശ്വസന വ്യായാമങ്ങൾ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ കാമായിരിക്കാനും ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങളെ നല്ല രീതിയിൽ നമുക്ക് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ദിവസവും ഒരു റൊട്ടീനായിട്ട് നമ്മളത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു നിലവിൽ കിട്ടുന്ന റിസൾട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി ക്രമീകരണം എന്ന് പറയുന്നത്. ഒരു ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓവർ വെയ്റ്റുമായിട്ട് നമ്മളിപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് എല്ലാവർക്കും നല്ലൊരു ഡയറ്റ് വേണം. അതായത് കൂടുതലൊരു ധാരണ വരുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കട്ട് ചെയ്തിട്ടുള്ളൊരു രീതി എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ നിലവിൽ ഒരു ദിവസം ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാനേ പാടില്ല എന്ന് പറയാറില്ല. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് സാധാരണ കഴിക്കുന്ന പോലെ ചോറും കറികളും കഴിക്കാം, അങ്ങനെ ബാക്കിയെല്ലാം കഴിക്കാം. നോൺ വെജ് ആണെങ്കിൽ നമ്മളെല്ലാം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അതേപോലെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യണം. ക്വാണ്ടിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ നമ്മൾ ചോറ് കഴിച്ചു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, രാത്രി ഇതേപോലെ ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ രാവിലെ അപ്പം, ദോശ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു, രാത്രി നമ്മൾ ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്. അപ്പോഴും 3 ടൈമിലും വന്നത് ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ശരിക്കും പറയുമ്പോൾ നോക്കുമ്പോൾ. അപ്പോൾ അതിന് പകരം എല്ലാ ഫുഡിലൂടെയും നമ്മൾ പാസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ചോറ് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഗ്ലൂക്കോസ് നമുക്ക് നമ്മുടെ എനർജി സോഴ്സാണ് ശരിക്കും പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുക. ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം, ചോറിൻ്റെ കുറഞ്ഞ അളവിൽ ചോറെടുത്ത് ബാക്കി അളവിൽ കറികളെടുത്ത് കഴിക്കുന്ന രീതിയിലേക്ക് വരിക. രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, നമുക്ക് കുറച്ച് ഫൈബർ ആയിട്ടുള്ള നല്ല പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 2-3 ദോശ കഴിച്ചാലേ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാലേ മാത്രം നമുക്ക് വിശപ്പ് മാറുള്ളൂ എന്നൊരു നിയമം ശരിക്കില്ല. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലേക്ക് മാറി വന്നതാണ്. ലോ കലോറീസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫുഡുകളുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയ പക്ഷം ഒരു വാട്ടർ മെലൺ കഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. ലോ കലോറിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ഷീണം ഉണ്ടാവില്ല, പെട്ടെന്ന് വിശക്കുമില്ല, നല്ലൊരു ഫുഡാണ്. പ്രോട്ടീൻ സോഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ്സ് 4-5 എഗ് വൈറ്റ്സ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ അവകാഡോ
അല്ലെങ്കിൽ പനീർ, സോയ അങ്ങനെയുള്ള എന്തൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റും. ഒരേ ദിവസത്തിൽ ഒരേ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ഫുഡുകൾ കഴിക്കുന്നതിന് പകരം വേറെ വേറെ സ്വഭാവമുള്ള ഫുഡുകൾ കഴിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ് തന്നെ കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, ബാക്കിയുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ വൈകുന്നേരം കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ കുറച്ച് നേരത്തെ ഉള്ളൊരു സമയത്താക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നമുക്കൊരു ഫാസ്റ്റിംഗ് പോലെ നമുക്കൊരു സമയം കിട്ടും, ഭക്ഷണം കഴിക്കാത്തൊരു സമയം. ആ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാം. ആ ഒരു സമയത്താണ് നമ്മൾ ഉറക്കം, അല്ലേ, നമ്മുടെ ഉറക്കം നടക്കുന്നതും ആ സമയത്താണ്. നമുക്ക് ക്ഷീണമില്ല, പ്രശ്നമില്ല, വേറെ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. വൈകുന്നേരത്തെ ഫുഡ് മാക്സിമം നേരത്തെ കഴിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു രീതി ചൂസ് ചെയ്യുക. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണത്തിലൊരു കൺട്രോൾ മതി. നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കണം എന്നൊരു റൂളൊന്നുമില്ല. കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. അത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കുറച്ചുകൂടി ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡാക്കുക. നന്നായിട്ട് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ചുമ്മാ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ രീതികളൊന്നും മാറ്റാതെ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം തടി കുറയ്ക്കാം, അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ കൂടെ റെഗുലറായിട്ട് പ്രോപ്പറായിട്ടൊരു വർക്കൗട്ട് കൂടി നമ്മൾ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി മാറ്റം വരും. കൂടുതലും കാണാറുള്ള ഒരു രീതി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു റൂട്ടിൽ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വീക്കെൻഡ് വരും, എന്തെങ്കിലും ആഘോഷം വരും, കല്യാണം വരും, കാര്യങ്ങളായിട്ട് വരും. ഇത് ഒരു ദിവസമല്ല, അതിനോട് ചുറ്റിപ്പറ്റി 2-3 ദിവസം ഈ ആഘോഷങ്ങളും ഭക്ഷണ രീതികളൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഡയറ്റ് എടുത്ത് തളർന്നു വന്നതല്ലേ, അതുകൊണ്ട് 2-3 ദിവസം ഇനി ആഘോഷിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അത്രയും നാളും എടുത്ത എഫേർട്ട് മൊത്തം വേസ്റ്റ് നടത്തും. അത് ഓവറായിട്ട് വെയിറ്റൊക്കെ ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരു ഫിസിക്കൽ ചെക്കപ്പ് നമുക്ക് നിർബന്ധമാണ്. ഇപ്പോൾ തടി നന്നായിട്ട് കൂടിയിരിക്കുന്ന ലേഡീസിനാണ് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ കേൾക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് തടി കൂടിയതായിരിക്കാം എന്ന് വിചാരിച്ച് നേരെ വരുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് മുൻപായിട്ട് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവൽ, ഇതൊക്കെ ഒന്ന് തൈറോയിഡ്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ വെയിറ്റ് ലോസിലേക്ക് കിടക്കാൻ ധൈര്യമായിട്ട്, വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഉറക്കം. ഇന്ന് മിക്ക ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യം. രാത്രി ഒരു കൃത്യസമയം, എത്ര വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും എത്ര ലോഡ് ഉണ്ടെങ്കിലും രാത്രി ഒരു 10 മണി 11 മണിയൊക്കെ മാക്സിമം അതിന് മുൻപായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി ശീലിക്കുക പതുക്കെ. ഈ ഉറക്കം വരാത്തത് തന്നെ നമ്മൾ കുറേ കാലം കൊണ്ട് നേടിയെടുത്ത കുറേ രീതികളുണ്ട്. വൈകി കിടന്ന് നമ്മൾ ആദ്യം അങ്ങനെ ആയിരുന്നില്ല, ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ക്രമേണ നമ്മളെ വർക്കിൻ്റെ ഭാഗമായിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ടും വൈകി കിടന്ന് അങ്ങനെ ഒരു ശീലം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു, നമ്മുടെ മനസ്സിലേക്കും ഒക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് നേരത്തെ കിടന്ന ഉറക്കം വരില്ല, അതൊരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി പതുക്കെ ആ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഈ വൈകുന്നേരം നമ്മൾ മാക്സിമം നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ, അതും നമ്മൾ കിടക്കുന്ന സമയം തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും. നോർമലി ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നൈറ്റിലാണ് എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ ഹെവി ഫുഡിൻ്റെ രീതികളൊക്കെ നടക്കാറുള്ളത്. പുറത്ത് പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും നല്ല ഹാങ് ഓവർ ആയിരിക്കും, നമുക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഉറക്കച്ചടവായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ നടക്കില്ല. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നേരത്തെയൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങി ശീലിക്കുക. അതൊരു പ്രാക്ടീസിലൂടെ നേടിയെടുക്കുക. അത് 1-2 ദിവസം കൊണ്ടൊന്നും നമ്മളെ ശീലം മാറില്ല, കുറച്ച് നാൾ കൊണ്ട് ഈ ശീലത്തിലേക്ക് പതുക്കെയായിട്ട് വരിക. കൃത്യമായിട്ട് 2-3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക, അതും പല തവണകളായിട്ട് കുടിക്കുക. നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുക. ഇതൊക്കെ പുതിയ കാര്യങ്ങളാകുമ്പം നമ്മളത് ശീലിച്ച് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല, അതിലുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചകഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂവി കണ്ട് അതിനുശേഷം ഫോൺ മാറ്റി വെക്കുന്നു, കിടന്നുറങ്ങുന്നു. ഒരിക്കലും നമ്മുടെ മൈൻഡിന് അവിടെ ഒരു റിലാക്സേഷൻ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇത്രയും ലോഡ് കൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഈ ബണ്ടിൽ ഓഫ് തോട്ട്സ് വെച്ചിട്ടാണ് രാവിലെ നമ്മൾ വീണ്ടും ഉണരുന്നത്. ഉണർന്ന പാട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മൊബൈലെടുത്ത് നോക്കുന്നു, അതിലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്തതിന് ശേഷമാണ് തറയിലേക്ക് കാല് വെക്കുന്നത്. അതിന് പകരമായിട്ട് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റി വെച്ച് ശീലിക്കുക. ഫസ്റ്റിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ ശീലം നമ്മൾ തൊട്ട് മുൻപ് വരെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫ് അവർ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. 1-2 ആഴ്ച കൊണ്ട് അതിലേക്ക് വരാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ പാടെ ഓർത്ത് വെക്കുക. എപ്പോഴും എഴുന്നേറ്റ പാടെ അലാം വെക്കുകയാണെങ്കിൽ അലാമത്തിൽ ഒരു ലേബൽ വെക്കുക. രാവിലെ എഴുന്നേറ്റ പാടെ ഫോൺ നോക്കരുതെന്നോ അല്ലെങ്കിൽ നമ്മുടെ സംസാര ഭാഷയിൽ എന്തെങ്കിലും ഒരു ലേബൽ വെക്കുക. അത് കാണുമ്പോൾ ഓർമ്മ വരും. ഫോൺ മാറ്റി വെക്കുന്നു, നേരെ എഴുന്നേറ്റ് പോകുന്നു, നമുക്ക് ബ്രഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ആ ബെഡിൽ തന്നെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കണ്ണടച്ചൊക്കെ ഒന്ന് ഇരിക്കുക. ഒന്ന് കാമായതിനു ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക. വർക്കൗട്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാവിലെ ആവുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ഹാങ് ഓവർ ഇല്ല, എംപ്റ്റി സ്റ്റൊമക്കാണ്, ഫ്രഷ് മൈൻഡാണ്. വീണ്ടും വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജനൊക്കെ ബ്രെയിനിലേക്ക് എത്തും, നന്നായിട്ട് നമ്മൾ ആക്റ്റീവ് ആവും. അപ്പോൾ ബേസിക്കലി ചുരുങ്ങിയ ഈ ചില ശ്രദ്ധകൾ മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തം മാറ്റാൻ പറ്റും. ലൈഫ് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ നല്ലൊരു രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറും, നമ്മൾ ചിന്തിക്കുന്ന രീതികൾ മാറും, എനർജി ലെവൽ മാറും. സ്വാഭാവികമായിട്ടും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലും അതിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ
ചടവ്, ടെൻഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, നിസാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഒരു മനസ്സമാധാനം ഇല്ലാതെ ഓടിയിടന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വർക്ക് പ്രഷറൊക്കെ അതിന് ശേഷം മാത്രം വരുന്നൊരു കാര്യമാണ്. ബേസിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി വെച്ചു. അതിലേക്ക് നമ്മളൊരു ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോഴത്തേനും അത് കുറച്ചുകൂടി ലോഡാവും, നമുക്ക് ഫീൽ ചെയ്യും വർക്ക് കാരണമാണെന്ന്. അപ്പോൾ നമ്മുടെ രീതികളെപ്പോഴും നമ്മൾ മാറ്റിയിട്ടുണ്ടാവില്ല. നിസാരമായ ഈ രീതികൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉറപ്പിച്ച് വെച്ചോ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് എളുപ്പമല്ലെന്ന് പറയുമ്പോൾ പുതിയ രീതികളിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. 1-2 ആഴ്ച നിങ്ങളൊരു വിൽ പവറോട് കൂടി ഇതൊരു പ്രാക്ടീസ് പോലെ ചെയ്താലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഭക്ഷണം, ഉറക്കം, ഉറങ്ങുന്ന രീതി, ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു കൂടുതൽ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നുവെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് 1-2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും ബേസിക്കലി നമ്മുടെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷനിൽ ഇങ്ങനെ കുറച്ച് രീതികൾ വേണം. അപ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹം, ലക്ഷ്യം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുള്ളൂ, റിസൾട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫാറ്റ് ലോസ് ആണെങ്കിൽ അതിൻ്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് മാറ്റം വരാറില്ല, അപ്പോഴത്തേക്കും മെൻ്റലി നമ്മൾ ഡൗൺ ആവും, സ്റ്റോപ്പ് ചെയ്യും, അല്ലേ? അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ രീതികൾ ആദ്യമൊക്കെ ഒന്ന് മാറ്റി മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും പ്രാണായാമമാണെങ്കിലും ഒക്കെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിൽ പോലും ചില ആളുകൾ പേയ്മെൻറ്റ് ചെയ്യും, ചില ആളുകൾ സ്റ്റോപ്പ് ചെയ്തു പോവും, ചില ആളുകൾക്ക് പറ്റാത്ത ആളുകൾ വരും. പക്ഷേ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു ഫിസിക്കലി വരുന്നൊരു പ്രശ്നം കൊണ്ട് പോയ ആളുകളല്ല കൂടുതലും പോകുന്ന ആളുകൾ. എല്ലാ ഫീൽഡിലും ഇത് ബാധകമാണ്. നമുക്കതിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ശരീരത്തിന് വയ്യാത്തതുകൊണ്ടല്ല, മെൻ്റലി നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് ആ ക്ലാസ്സിൽ തുടരാൻ സാധിക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. ഈ നിരീക്ഷണ ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ പ്രാണായാമത്തിലേക്ക് വരുന്നതോടുകൂടി നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്, അടുത്ത ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, അത് കണ്ടിന്യൂ ചെയ്തു പോകേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഞാനിങ്ങനെ പോകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് വരുന്ന ഒരാളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന കാര്യമൊക്കെ വളരെ നിസ്സാരമായൊരു കാര്യമായിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് പിന്നെ ഒന്നിലേക്കും പോവില്ല. നമ്മളിന്ന് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി നിങ്ങൾ ഈ രീതികളൊക്കെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അതിപ്പോൾ ഓവർ വെയിറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിലും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങളും ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ നിലവാരം ഉയർത്തുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക, നിലവാരം ഉയർത്തുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ യോഗയാണെങ്കിലും വർക്കൗട്ടാണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിലൊരു പ്രാക്ടീസായിട്ട് അതിനെ കണക്കാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് ആളുകളുടെ കമൻറ്റിൽ നിന്നും മെസ്സേജിൽ നിന്നൊക്കെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഡേ കാണാം.